നിങ്ങൾക്കറിയോ നിങ്ങളുടെ ബോഡി എന്ന് പറയുന്നത് നിങ്ങളുടെ ആത്മാവ് തിരഞ്ഞെടുത്ത ഒരു ടെമ്പിൾ മാത്രമാണ്. അതിന് അതിൻ്റേതായിട്ടുള്ള നിങ്ങളല്ല, അതിന് അതിൻ്റേതായ വർക്കിങ്സ് ഉണ്ട്, അതിന് അതിൻ്റേതായ സിസ്റ്റം ഉണ്ട്. നിങ്ങൾ വേണമെന്ന് വിചാരിച്ചാലും ഇല്ലെങ്കിലും ഹാർട്ട് ബീറ്റ് ചെയ്യുക തന്നെ ചെയ്യും. നിങ്ങൾ വേണമെന്ന് വിചാരിച്ചാലും ഇല്ലെങ്കിലും ആ ശ്വാസം എടുക്കുക തന്നെ ചെയ്യണം അല്ലേ? അപ്പോൾ അത് എന്ന് പറയുന്നത് നമ്മുടെ ബോഡി എന്ന് പറയുന്നത് നിങ്ങളല്ല. നിങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ബോഡി അല്ല ശരിക്കും പറഞ്ഞാൽ. അത് കാരണം കൊണ്ടാണ് നമ്മൾ ബോഡീനോട് സംസാരിക്കണം, അതായിട്ട് കോൺവേഴ്സേറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഉറങ്ങുമ്പോൾ കൂടെ വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ബോഡിയാണ് അല്ലേ? അപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നു, അയാളെ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നു, ഓക്കെ. പക്ഷെ അയാൾ വന്നിട്ട് ഈ ലോകത്തെ എല്ലാ കാര്യങ്ങളും പ്രയോറിറ്റൈസ് ചെയ്യും എക്സെപ്റ്റ് യു. നിങ്ങൾ മാത്രം നോക്കുന്നില്ല. അപ്പോൾ എന്താ ചെയ്യുക? നിങ്ങൾ ബ്രേക്കപ്പ് ചെയ്യും അല്ലേ? അത് തന്നെ ബോഡിയും ചെയ്യുന്നത്. നിങ്ങളുടെ ബോഡി നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുന്നു, നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ അതിനെ കെയർ ചെയ്യാതെ, അതിനോട് സംസാരിക്കാതെ മറ്റെല്ലാ കാര്യങ്ങളും നോക്കി നടക്കുമ്പോൾ അതിനും ദേഷ്യം വന്ന് അത് നിങ്ങളായിട്ട് ബ്രേക്കപ്പ് ചെയ്യും അല്ലേ? സോ ബോഡി ഈസ് ഇമ്പോർട്ടൻറ്റ്. ഞാനൊക്കെ അതിശയമായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ജനിക്കുമ്പോൾ എന്ന് പറയുന്നതിനേക്കാൾ നമ്മൾ രൂപപ്പെടുമ്പോൾ നമുക്ക് ഈ കൈയിൻ്റെ നീളം കൂടി ഇല്ല, കൈവിരലിൻ്റെ നീളം കൂടി ഇല്ല. പിന്നെ നമ്മൾ വളർന്ന് വലുതാവുന്നുണ്ട്. നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ബോഡീൻ്റെ രീതിയിൽ വളർന്ന് വലുതാവുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതൊക്കെ വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു അതിശയമുള്ള കാര്യമാണ്. അത് നിന്ന് മനസ്സിലാക്കാം നമ്മുടെ ആത്മാവ് വന്നിട്ട് ഈ ഒരു ലോകത്തിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ തിരഞ്ഞെടുത്ത ഒരു ചാനൽ അല്ലെങ്കിൽ മീഡിയമാണ് നമ്മുടെ ബോഡി അല്ലേ? അങ്ങനെ മനസ്സിലാക്കണം. അതല്ലാതെ വന്നിട്ട് നമ്മളുടെ കൂടെ അവസാനം വരെ ഉള്ളത് അതാണ്. സോ നിങ്ങൾ എക്സസൈസ് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊന്നല്ല ഞാൻ പറയുന്നത്. എക്സസൈസ് ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ എൻ്റെ പോയിൻ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബോഡിയായിട്ട് കോൺവേഴ്സേറ്റ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനോട് എങ്ങനെയാണ് കോൺവേഴ്സേറ്റ് ചെയ്യുന്നത്, സംസാരിക്കുന്നത്, അതേപോലെ തന്നെ ടോക്ക് ടു യുവർ ബോഡി.